നമ്മുടെ വൃക്കയെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളുടെ ഒരു ടേബിളാണിത്. വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുക? നെഫ്രോളജി. നെഫ്രോ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ഹായ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. പല പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ള ഏരിയകളാണ് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക, എല്ലാവരും ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ ആഴ്ചയിലും വരുന്ന ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നമ്മൾ പ്ലാസ്മ. നിങ്ങൾക്കറിയാം, രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണെന്ത്? പ്ലാസ്മ. രക്തത്തിൻ്റെ 55% എന്താണ്? പ്ലാസ്മയാണ്. രക്തത്തിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഭാഗം എന്താണ്? പ്ലാസ്മയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ രക്തം, മനുഷ്യ രക്തത്തിൻ്റെ നിറം ചുവപ്പാണ്. അതിന് കാരണം ചുവന്ന രക്താണുവാണ്. അതിലടങ്ങിയ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ്. ഈ ചുവന്ന രക്താണുക്കളെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയാണെങ്കിൽ രക്തത്തിൻ്റെ നിറം എന്തായിരിക്കും? മുമ്പ് ഒരു പരീക്ഷ ചോദിച്ചതാ. എന്തായിരിക്കും? പിന്നെ ആ പ്ലാസ്മയുടെ നിറമായിരിക്കും ഇളം മഞ്ഞ നിറമായിരിക്കും. സ്ട്രോ യെല്ലോ അല്ലെങ്കിൽ പെയിൽ യെല്ലോ കളറാണ്. നേരിയ മഞ്ഞ നിറമാണ് എന്തിനുള്ളത്? പ്ലാസ്മയ്ക്കുള്ളത്. അപ്പം 55% രക്തത്തിൻ്റെ ഇളം മഞ്ഞ നിറം ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്നു. ദ്രവഭാഗമാണ്, ദ്രാവക ഭാഗമാണ്. ദ്രവം എന്ന് പറയുമ്പോൾ ദ്രാവകവും വാതകവും വരും. ഓക്കെ, അതാണ് ദ്രവം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രാവക ഭാഗമാണെന്ത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ലിക്വിഡാണ്, ലിക്വിഡ് ഫോമിലാണ്. ദെൻ രക്തകോശങ്ങൾ, ബ്ലഡ് സെൽസ് കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ്. ഇതൊക്കെ ഓരോ പോയിന്റുകളാണ്, വെറുതെ വായിച്ചു വിടേണ്ട സാധനങ്ങളല്ല, എല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇത് വെച്ചുള്ള ചോദ്യങ്ങൾ സാധ്യതയുള്ളതാണ്. ഓക്കെ, ബ്ലഡ് സെൽസ് കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിലടങ്ങിയിരിക്കുന്ന പ്രധാന പോഷക ഘടകം എന്ന് പറയുന്നത് ഒന്നുകിൽ കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ പ്രോട്ടീൻ, അല്ലെങ്കിൽ ഫാറ്റ് അഥവാ ലിപ്പിഡ്, ഇതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ അവസാനം ദഹിച്ച് കഴിഞ്ഞാൽ, അവസാനം എൻഡ് പ്രോഡക്ട്സ് ആയി മാറിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് അറിയാം കാർബോഹൈഡ്രേറ്റുകളുടെ എൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സിമ്പിൾ ഷുഗേഴ്സ് ആയിരിക്കും, മോണോസാക്കറൈഡുകളായിരിക്കും, ഗ്ലൂക്കോസ് അല്ലെ ഫ്രക്ടോസ് ഒക്കെ പോലെയുള്ള സിമ്പിൾ ഷുഗേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ പ്രോട്ടീൻ ആണെങ്കിൽ അവസാനം അമിനോ ആസിഡ് അല്ലേ, അത് ഏറ്റവും അന്തിമ രൂപമായിട്ട് പെപ്റ്റൈഡ്, പെപ്റ്റോൺ ബോൺസ് അമിനോ ആസിഡുകളായിട്ട് മാറും അല്ലേ. യെസ്, അതേപോലെ തന്നെ ഫാറ്റ് അഥവാ ലിപ്പിഡ് ആണെങ്കിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് മാറും എന്നൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ദഹനത്തിന് ശേഷം ഇങ്ങനെയുള്ള അന്തിമ ഉൽപ്പന്നങ്ങളെ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ തുടങ്ങിയ ഈ ഉൽപ്പന്നങ്ങളെ, ഈ ഘടകങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ സ്വീകരിക്കുന്നത് എന്തിലൂടെയാണ്? രക്തപ്ലാസ്മയിലൂടെയാണ് സ്വീകരിക്കുന്നത്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്. നമ്മൾ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്തെടുക്കേണ്ട ഘടകങ്ങളായിട്ടുള്ള എൻഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ള ഇതൊക്കെയും ശരീരത്തിലേക്ക് എത്തുന്നത്, ശരീരകോശങ്ങളിലേക്ക് എത്തുന്നത് പ്ലാസ്മയിലൂടെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ ഓരോന്നും വളരെ പ്രധാനപ്പെട്ട, ഒറ്റയടിക്ക് വായിച്ചു പോകേണ്ട സാധനങ്ങളല്ല. ഇത് തന്നെ 3 പോയിന്റാണ്. രക്തത്തിൻ്റെ 55% ഇളം മഞ്ഞ നിറം ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. 3 പോയിന്റായിട്ട് വന്നിട്ട് പരീക്ഷയിൽ 3 ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ അത്രയും കാര്യം അവിടെ അറിഞ്ഞിരിക്കുക. ദെൻ ഈ പ്ലാസ്മയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, രക്തത്തിൻ്റെ 55% പ്ലാസ്മയും ബാക്കി 45% ബ്ലഡ് സെൽസുമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ 55% പ്ലാസ്മയുടെ ഏകദേശം 92% വരെ എന്താണ്? ജലമാണ്. ഓക്കെ, അതായത് ഏകദേശം 92.2 എന്നൊക്കെ കൃത്യമായിട്ടൊക്കെ കൊടുത്തു കളഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഓക്കെ, നിങ്ങൾ 90 മുതൽ 92 വരെയാണ് ഇവിടെ കൊടുത്തതുകൊണ്ട് 92% എന്നെങ്കിലും ഓർമ്മിക്കുക. ഈ ഒരു പ്ലാസ്മയുടെ 92% വരെയും എന്താണ്? ജലമാണ്. ബാക്കി 8%-ഓളമാണ്, 7 മുതൽ 8%-ഓളം ആണ് ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളുടെയും വരുന്നത്. അതിൽ പ്രധാനമായിട്ടും എന്താണ്? പ്ലാസ്മ പ്രോട്ടീനുകളാണ്. പ്ലാസ്മ പ്രോട്ടീനുകൾ തന്നെയാണ് 7 മുതൽ 8% വരെ. മറ്റ് ഘടകങ്ങളൊക്കെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ടിലാണ് കാണപ്പെടുന്നത്, വളരെ ചെറിയ അളവിലാണ്. ഈ പറയുന്ന കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, പലവിധ ഹോർമോണുകൾ, ഇതൊക്കെ എവിടെ കാണപ്പെടുന്നുണ്ട്? ഇവിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്, വളരെ ചെറിയ അളവിൽ പ്ലാസ്മയിൽ കാണപ്പെടുന്നുണ്ട്. ദെൻ 7 മുതൽ 8% വരെ എന്താണ്? പ്ലാസ്മ പ്രോട്ടീനുകളാണ്. പ്ലാസ്മ പ്രോട്ടീനുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ്? 3 ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ ഇവയാണെന്ത്? പ്ലാസ്മ പ്രോട്ടീനുകൾ. ഫൈബ്രിനോജൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? ഫൈബ്രിനോജൻ. പഠിച്ചല്ലേ ഈ ഫൈബ്രിനോജൻ ഫൈബ്രിനായി മാറുന്നതും അല്ലേ? ഈ ഫൈബ്രിൻ നെറ്റ്വർക്കിലേക്ക് RBCയും പ്ലേറ്റ്ലെറ്റും കൂടെ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് രക്തക്കട്ട രൂപം കൊള്ളുന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഫൈബ്രിനോജൻ എന്തിനു സഹായിക്കുന്നു? ബ്ലഡ് കൊയാഗുലൻ്റ് ആണ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആളാണ്. ദെൻ ഗ്ലോബുലിൻ, രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, ആൻറ്റിബോഡികളായി പ്രവർത്തിക്കുന്നു. ഗ്ലോബുലിനുകൾ കേട്ടിട്ടില്ലേ? ഇമ്മ്യൂണോഗ്ലോബുലിൻ, IgA, IgD അല്ലേ, എഡി,
GM. ആ താളത്തിലങ്ങ് പോയാട്ടോ, A-B അങ്ങ് പറഞ്ഞു പോയാണ് ആൽഫബറ്റിൽ. നമ്മൾ ഗ്ലോബുലിൻ്റെ കാര്യത്തിലാവുമ്പോൾ എന്താണ് ADGM എന്ന് ഓർമ്മിച്ചാൽ മതി. ADEGM. IgA ഇമ്മ്യൂണോഗ്ലോബുലിൻ A. IgD എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ D. ADE പിന്നെ എന്താണ് IgE, IgG, IgM. ഇതൊക്കെ എന്താണ് ADGM എന്ന് പറയാം. GM ജനറൽ മാനേജർ കണ്ടിട്ട് ADGM അത് വരുന്ന നല്ല രീതിയിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ ആൻറ്റിബോഡികൾ പ്രതിദ്രവ്യങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ദെൻ ആൽബുമിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആര്? ആൽബുമിനുകൾ. എന്താണ് ആൽബുമിൻസ്? എന്താണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ ആണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ഗ്ലോബുലിനുമാണ്. ഇത് മൂന്നുമാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ. ഏകദേശം 7 മുതൽ 8% വരെ പ്ലാസ്മ പ്രോട്ടീനുകളാണ്. 92% എന്താണ്? ജലമാണ്. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ്. ഓക്കെ, 55% വരും രക്തത്തിൻ്റെ. ഓക്കെ, ദ്രാവക ഭാഗമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ പിന്നെ സ്ഥിരം ചോദിക്കുന്നൊരു ഏരിയ ആണ് ഈ സിസ്റ്റളിക് പ്രഷറും ഡയസ്റ്റളിക് പ്രഷറും. ഇത് പലതവണ പരീക്ഷയിൽ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സിസ്റ്റളിക് പ്രഷർ എന്താണെന്നും അത് എത്രയാണെന്നും, ഡയസ്റ്റളിക് പ്രഷർ എന്താണെന്നും എത്രയാണെന്നും, അല്ലെങ്കിൽ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണെന്നും അളക്കാനുള്ള ഉപകരണം, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, എന്താണ് ഈ സംഭവം എന്നുള്ളത് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾക്കറിയാം, നമ്മുടെ ഹൃദയം ഓരോ തവണയും സങ്കോചിക്കുന്ന സമയത്ത്, ചുരുങ്ങുന്ന സമയത്ത് ഏകദേശം 70 ml രക്തം എവിടത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്? ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹൃദയം അങ്ങോട്ട് ചുരുങ്ങുന്ന സമയത്ത് ധമനികളിലേക്ക് 70 ml രക്തം ധമനികളിലേക്ക് ഏകദേശം അധികമായിട്ട് പമ്പ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ധമനികളിൽ ഈ അധിക രക്തം അവിടെ ഏൽപ്പിക്കുന്ന ആ ഒരു മർദ്ദം, അതാണ് എന്ത്? സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റളിക്. ഓക്കെ, അപ്പം ഈ അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത് എത്രയാണ്? 120 mm ഓഫ് HG ആണ്. 120 mm ഓഫ് HG രസനിരപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. 120 mm ഓഫ് HG ആണെന്ത്? സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റളിക് പ്രഷർ അതായത് ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത്, ചുരുങ്ങുന്ന സമയത്ത് അവിടെ സ്പേസ് ഇല്ലാണ്ടാവും, ചുരുങ്ങല്ലേ, അപ്പോൾ രക്തം പുറത്തേക്ക് ധമനികളിലേക്ക് തള്ളിക്കയറുകയാണ്. ആ ഒരു 70 ml രക്തം വരെ അധികമായിട്ട് ധമനികളിൽ അവിടത്തേക്ക് അടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു അധിക രക്തം കൊടുക്കുന്ന ആ ഒരു മർദ്ദം, ആ ഒരു സമ്മർദ്ദം, അതാണെന്ത്? സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. അത് എത്രയാണ്? 120 mm ഓഫ് HG ആണ്. ഇനി നേരെ തിരിച്ച് ഹൃദയം പൂർണ്ണമായിട്ട് വികസിക്കുന്ന സമയത്ത് ഹൃദയം എന്ത് ചെയ്യുക? വികസിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? മാക്സിമം ഇങ്ങോട്ടേക്ക് വലിക്കുമല്ലോ, വികസിക്കല്ലേ, ഇവിടെ സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ധമനികളിൽ മർദ്ദം കുറയും അല്ലേ? ആ അവസരത്തിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദത്തെയാണെന്ന് പറയുക ഡയസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. എത്രയേ ഉണ്ടാവുള്ളൂ? 80 mm ഓഫ് HG ആണ്. ഓക്കെ, യെസ്. അതായത് ഹൃദയം പൂർണ്ണമായിട്ടും വികസിക്കുന്ന സമയത്ത് നേരത്തെ അങ്ങോട്ടേക്ക് വിട്ട അതേ അളവിൽ തന്നെ രക്തം എന്ത് ചെയ്യുന്നു? ഹൃദയത്തിലേക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കും. അപ്പോൾ ആ സമയത്ത് ധമനികളിലെ മർദ്ദം കുറവായിരിക്കും. ആ മർദ്ദമാണ് 80 mm ഓഫ് HG. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റളിക്കും ഡയസ്റ്റളിക്കുമാണ്. ഈ സിസ്റ്റളിക് പ്രഷറും ഡയസ്റ്റളിക് പ്രഷറും ചേർത്താണ് നമ്മുടെ രക്തസമ്മർദ്ദം പറയുക. സിസ്റ്റളിക് ബാർ ഡയസ്റ്റളിക് ആ രീതിയിലാണ് പറയുക. 120/80, 120/80, 120/80 mm ഓഫ് HG. ഇങ്ങനെയാണ് നമ്മൾ രക്തസമ്മർദ്ദ നിരക്ക് പറയുക. 120/80. ആ 120 എന്ന് പറഞ്ഞാൽ സിസ്റ്റളിക്കും 80 എന്ന് പറഞ്ഞാൽ ഡയസ്റ്റളിക് പ്രഷറുമാണെന്ന് ഓർത്തു വെക്കുക. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. എന്താണ്? സ്ഫിഗ്മോമാനോമീറ്റർ. ഇന്ന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക എന്താണ്? ഡിജിറ്റൽ BP അപ്പാരറ്റസ് അല്ലെ? BP അപ്പാരറ്റസ് ഉണ്ടല്ലോ, ഡിജിറ്റൽ അപ്പാരറ്റസ് ഉണ്ട്, അതിൽ നേരിട്ട് തന്നെ കാണിക്കും അളവ്. മറ്റതുപോലെ ഈ സ്ഫിഗ്മോമാനോമീറ്റർ ഒക്കെ ഉപയോഗിച്ച് നോക്കുന്ന പോലെ നോക്കേണ്ട ആവശ്യമില്ല. ഡിജിറ്റൽ ആയിട്ടുള്ള BP അപ്പാരറ്റസ് ഉണ്ട്. സാധാരണ BP അപ്പാരറ്റസ് നിങ്ങൾക്ക് അറിയാലോ, അടിച്ച് കയറ്റിയിട്ട് ഇങ്ങനെ നോക്കുന്ന രസനിരപ്പ് വെച്ചിട്ട് നോക്കുന്നില്ലേ? അതല്ലാതെ ഡിജിറ്റൽ ആയിട്ട് തന്നെ സംഖ്യ നേരിട്ട് കാണിക്കുന്ന രീതിയിലുള്ള BP അപ്പാരറ്റസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഡിജിറ്റൽ BP അപ്പാരറ്റസ്, സ്ഫിഗ്മോമാനോമീറ്റർ ഒക്കെ രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആ ഒരു ബോക്സിൽ നിന്ന് അറിഞ്ഞിരിക്കുക. ദെൻ 9ാം ക്ലാസ്സിൽ തന്നെ മറ്റൊരു ചാപ്റ്ററിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണിത്. കോശശ്വസനത്തിൻ്റെ ഘട്ടങ്ങൾ. 1ാം ഘട്ടം ഗ്ലൈക്കോളിസിസും 2ാം ഘട്ടം ക്രബ്സ് പരിവൃത്തിയും. ഇതും വളരെ സാധ്യതാ ചോദ്യമാണ്. സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഉപകാരമായിരിക്കും. കാരണം എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകൾ മാത്രമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റാവുന്നതാണ്. ഇതിന് കുത്തിയിരുന്ന് ഇറങ്ങി നോക്കി ഓരോന്നിങ്ങനെ പഠിച്ചെടുക്കുമ്പോൾ മടുപ്പിച്ച് നിർത്തിപ്പോകുന്ന പല ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള സാധനങ്ങൾ ഉപകാരപ്പെടും. ഓക്കെ, അവർക്ക് വേണ്ടിയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അല്ലാതെ ടോപ്പിക് വൈസ് കൃത്യമായിട്ട് ചാപ്റ്ററിൻ്റെ എന്താണ് മുക്കും മൂലയും അരിച്ചു പെറുക്കിക്കൊണ്ട് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ
കാണാൻ പറ്റും. നമ്മളെ എൻട്രി ആപ്പിൽ ക്ലാസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ദെൻ കോശശ്വസനത്തിൻ്റെ ഘട്ടങ്ങൾ. ഒന്നാം ഘട്ടം ഗ്ലൈക്കോളിസിസ്, രണ്ടാം ഘട്ടം ക്രബ്സ് പരിവൃത്തി. ഇവിടെ കുറച്ച് പോയിന്റുകളുണ്ട്. എവിടെ വെച്ച് നടക്കുന്നു, എന്തായി മാറുന്നു, ഓക്കെ, അവിടെ ATP തന്മാത്രകൾ എത്ര എണ്ണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ അറിയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാം ഘട്ടമായിട്ടുള്ള ഗ്ലൈക്കോളിസിസ് നോക്കാം നമുക്ക്. ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളുമാണ്. ഗ്ലൈക്കോളിസിസ് G, ക്രബ് സൈക്കിൾ K, GK ആണ്. ഒന്നാം ഘട്ടം Gയും രണ്ടാം ഘട്ടം Kയും ആണ് കേട്ടോ. ആൽഫബറ്റിക് ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ ഒന്നാം ഘട്ടം ഗ്ലൈക്കോളിസിസ്, രണ്ടാം ഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി. നോക്കി, ഒന്നാം ഘട്ടം കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടം സെൽ റെസ്പിറേഷൻ അഥവാ കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. എവിടെ വെച്ച് നടക്കുന്നു? കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. കോശദ്രവ്യത്തിൽ, സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യത്തിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക? ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും. നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന അല്ലേ അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ആ ഗ്ലൂക്കോസിനെ കോശങ്ങൾ സ്വീകരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്ലാസ്മയിലൂടെ കോശങ്ങൾക്ക് കിട്ടുന്നു. ആ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോളിസിസ്, ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുക. ലിസിസ് എന്ന് പറഞ്ഞാൽ വിഭജനം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുകയാണ്. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം 2 ATP തന്മാത്രകൾ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പഠിച്ചല്ലേ, ATP, 2 ATP തന്മാത്രകൾ സ്വതന്ത്രമാവുകയും ചെയ്യും. ഇതാണ് ഒന്നാം ഘട്ടമായിട്ടുള്ള ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. എവിടെ വെച്ച് നടക്കുന്നു? കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. ഈ പ്രവർത്തനത്തിന് എന്താവശ്യമില്ല? ഓക്സിജന്റെ സാന്നിധ്യം ആവശ്യമില്ല. ഓക്കെ, ഗ്ലൈക്കോളിസിസിന് ആര് വേണ്ട? ഓക്സിജൻ വേണ്ട. അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ ഗ്ലൈക്കോളിസിസ് ഓർമ്മിക്കണം. കോശശ്വസനത്തിന്റെ ഒന്നാം ഘട്ടം കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. ഓക്സിജന്റെ ആവശ്യമില്ല. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ എൻഡ് പ്രൊഡക്റ്റ് ഉൽപ്പന്നം എന്താ? പൈറൂവിക് ആസിഡ് ആണ്. പ്ലസ് 2 ATP തന്മാത്രകൾ സ്വതന്ത്രമാവുന്നു. 2 ഊർജ്ജ തന്മാത്രകൾ സ്വതന്ത്രമാവുന്നു. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ATP പഠിച്ചല്ലേ? യെസ്, ADP എന്തായിരുന്നു? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, ഓർമ്മയുണ്ടല്ലേ? യെസ്. അപ്പം ഇതാണ് ഒന്നാം ഘട്ടമായിട്ടുള്ള ഗ്ലൈക്കോളിസിസ്. ദെൻ രണ്ടാം ഘട്ടമാണെന്ത്? ക്രബ് സൈക്കിൾ, ക്രബ്സ് പരിവൃത്തി അഥവാ ക്രബ് സൈക്കിൾ എന്ന് പറയും. കോശശ്വസനത്തിലെ രണ്ടാം ഘട്ടമാണ്. ക്രബ്സ് പരിവൃത്തി എവിടെ വെച്ചാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിലാണ്. എവിടെയാണ്? യെസ്, ക്രബ് സൈക്കിൾ നടക്കുന്നത് കോൺട്രിയ, മൈറ്റോകോൺട്രിയ. ക്രബ്, KREB, ക്രബ്. ഓക്കെ, മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്? ക്രബ് സൈക്കിൾ നടക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക? നേരത്തെ ഗ്ലൂക്കോസ് എന്തായി മാറിയിട്ടുണ്ട്? പൈറൂവിക് ആസിഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ പൈറൂവിക് ആസിഡ് നിരവധി പ്രവർത്തനങ്ങളിലൂടെ, രാസമാറ്റങ്ങളിലൂടെ എന്തായി മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നു. കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറ്റപ്പെടുന്ന പ്രക്രിയയാണ്. പൈറൂവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഈ രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത്, ക്രബ് സൈക്കിളിൽ നടക്കുന്നത്. മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. 28ഓ 30ഓ ആവാട്ടോ. ഇവിടെ 28 പറഞ്ഞോട് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, 28 ATP തന്മാത്രകൾ സ്വതന്ത്രമാവുന്നു. ഓക്കെ, ഇവിടെ ഓക്സിജൻ ആവശ്യമാണ്. ഈ പ്രവർത്തനത്തിന് എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എൻഡ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആണ്. കിട്ടിയില്ലേ? അപ്പോൾ രണ്ടാം ഘട്ടം എന്താണ്? ക്രബ് സൈക്കിൾ. മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. 28 ATP തന്മാത്രകൾ സ്വതന്ത്രമാവുന്നു. ഓക്സിജൻ ആവശ്യമാണ്. പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നു. ക്ലിയർ അല്ലേ? അപ്പം കോശശ്വസനത്തിന്റെ 2 ഘട്ടങ്ങളാണ് ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും. അത് ഓരോന്നും എവിടെ വെച്ച് എങ്ങനെയെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊന്ന് പറഞ്ഞു നോക്കിയേ. കിട്ടുന്നില്ലേ? നോക്ക്, ഗ്ലൈക്കോളിസിസ്, ക്രബ്സ് പരിവൃത്തി. കോശശ്വസനത്തിൻ്റെ ഈ ഘട്ടം, ഗ്ലൈക്കോളിസിസ് നടക്കുന്ന ഭാഗം പറയുന്ന സമയത്ത് തന്നെ ഇത് കിട്ടുന്നില്ലേ എന്ന് ആലോചിച്ച് നോക്കുക. എവിടെയാണ്? യെസ്, കോശദ്രവ്യത്തിൽ വെച്ചാണ്. ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് കിട്ടുന്നില്ലേ? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഓക്സിജന്റെ ആവശ്യകത ഇല്ല. ഓക്സിജന്റെ ആവശ്യകത ഉണ്ട്, ക്രബ്സ് പരിവൃത്തിയിലുണ്ട്. ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 2. ലഭ്യമാകുന്ന ATP തന്മാത്രകൾ ക്രബ്സ് പരിവൃത്തിയിൽ 28 അല്ലെങ്കിൽ 30. ഇവിടെ കൊടുത്തിരിക്കുന്ന 28 അതുകൊണ്ട് 28 ഓർമ്മിച്ചാൽ മതി. ദെൻ ഉൽപ്പന്നങ്ങൾ. ഇവിടെ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഇവിടെ ഉൽപ്പന്നങ്ങൾ എന്താ? പൈറൂവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും
ജലവുമാക്കി മാറ്റപ്പെടുന്നു. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് എന്താണ്? വൃക്ക രോഗങ്ങൾ. ഇവിടെ നമ്മുടെ വൃക്കയെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളുടെ ഒരു ടേബിളാണിത്. വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുക? നെഫ്രോളജി. നെഫ്രോ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? വൃക്കയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തോളണം അല്ലേ? വൃക്കയായിട്ട് കണക്ട് ചെയ്യുക, നെഫ്രോളജി. അപ്പം നെഫ്രൈറ്റിസ് ബാധിക്കുക എന്തിനാ? വൃക്കയെ. നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? വൃക്കയ്ക്ക് ഉണ്ടാകുന്ന അണുബാധ, വിഷബാധ, അതാണെന്ത്, അതുകൊണ്ടുണ്ടാകുന്ന വീക്കത്തെയാണെന്ത് പറയുക? നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. വൃക്കകൾക്ക് ഉണ്ടാകുന്ന ഐറ്റിസ് ആണ്. ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ, അണുബാധയാണ്. അതാണെന്ത്? നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്ക് ഉണ്ടാകുന്ന വീക്കത്തെയാണെന്ന് പറയുക, നെഫ്രൈറ്റിസ് എന്ന് പറയുക. അതിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചോദ്യങ്ങളായിട്ട് വരിക. കലങ്ങിയതും കടും, ഇതാണ് ഇപ്പുറത്തെ ഭാഗം. നെഫ്രൈറ്റിസ് എന്തിനെ ബാധിക്കുന്നു? വൃക്കയെ ബാധിക്കുന്നു. അതൊക്കെയാണ് വരിക. കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായിട്ടുള്ള മൂത്രം, പുറംവേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കം. വെറുതെ ഒന്ന് വായിച്ചു പോയാൽ മതി. ദെൻ വൃക്കയിലെ കല്ല്. വൃക്കയിലെ കല്ല് രാസപരമായ ഡാഷ് ആണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഓക്സലേറ്റ് ആണ്. വൃക്കയിലെ കല്ല് രാസപരമായി കാൽസ്യം ഓക്സലേറ്റുകളാണ്. കാൽസ്യത്തിൻ്റെ ഓക്സലേറ്റുകളാണ്. ഓക്കെ. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായിട്ട് അടിഞ്ഞുകൂടുന്നതാണ്. അതാണെന്ത്? വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത്. രാസപരമായി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? യെസ്, കാൽസ്യം ഓക്സലേറ്റ് ആണ്. അടിവയറ്റിൽ വേദനയും മൂത്രതടസ്സവും തലകറക്കവും ഛർദിയും ഒക്കെ ഉണ്ടാവും ഈ ഒരു രോഗം ഉണ്ടാകുന്ന സമയത്ത്. ദെൻ യുറീമിയ. പലതരം വൃക്ക രോഗങ്ങൾ, ഇതിനെല്ലാത്തിനും കൂടെ പറയുന്ന വാക്കാണ് യുറീമിയ. നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദം, ഈ ഇങ്ങനെയുള്ള എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് എന്ത് പറയും? യുറീമിയ എന്ന് പറയും. വൃക്കയെ ബാധിക്കും, അതുകൊണ്ട് യുറീമിയ എന്ന് പറയും. ഓക്കെ. യുറീമിയയ്ക്ക് ഉള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞ വൃക്ക രോഗങ്ങൾ, പലതരം വൃക്ക രോഗങ്ങൾ. സോറി കേട്ടോ, നെഫ്രൈറ്റിസ്, പ്രമേഹം, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്തുണ്ടാവാം? യുറീമിയ ഉണ്ടാവാം. ദെൻ ലക്ഷണങ്ങളാണിത്. ഇതിലൊന്നും വലിയ കാര്യങ്ങളില്ല. അപ്പം യുറീമിയ, യൂറോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ കിട്ടൂലേ? വൃക്കയായിട്ട് കണക്ട് ചെയ്യും. യൂറോളജി അറിയാലോ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള. അതേപോലെ നെഫ്രൈറ്റിസ്, നെഫ്രോ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വൃക്കയിലെ കല്ല് വലിയ സംഭവം ഇല്ലതാനും. ഇവിടെ ഇതാണ് മറ്റൊരു പ്രധാന ഏരിയ എന്ന് പറയുന്നത്. ഓരോ ജീവികളുടെയും പ്രധാന വിസർജനാവയവം ഏത്? നമുക്കറിയാം, നമ്മുടെ മനുഷ്യൻ്റെ വിസർജനാവയവം, പ്രധാന വിസർജനാവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്കയാണ് അല്ലേ? കിഡ്നി അഥവാ വൃക്കയാണ്. ദെൻ ഇവിടെ പല ജീവികളുടെയും കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ നിങ്ങൾ, ഒന്നാമത് അമീബയുടെ കാര്യം എടുക്കാം. അമീബയ്ക്ക് എന്തില്ല? പ്രത്യേകം വിസർജനാവയവങ്ങളില്ല. അതെന്ത് ചെയ്യാണ്? സങ്കോചഫേനം, കോൺട്രാക്റ്റൈൽ വാക്യൂൾ അഥവാ സങ്കോചഫേനം വഴിയാണ് എന്ത് ചെയ്യുന്നത്? വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളുന്നത്. അമീബയിൽ അധികമായി ഉണ്ടാകുന്ന ജലവും അതേപോലെ തന്നെ പ്രധാന വിസർജ്യ വസ്തു എന്ന് പറയുന്നത് എന്താണ്? അമോണിയയാണ്. ഇതൊക്കെ പുറന്തള്ളുന്നത് എന്ത് വഴിയാണ്? സങ്കോചഫേനങ്ങൾ വഴിയാണ്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ചോദ്യം എന്താ? അമീബയിലെ വിസർജനാവയവം ഏത്? ഒന്നുകിൽ പ്രത്യേക വിസർജനാവയവം ഇല്ല എന്ന് കൊടുക്കും, അല്ലെങ്കിൽ സങ്കോചഫേനം എന്ന് കൊടുക്കും. വിസർജനാവയം ഇല്ല, പക്ഷെ സങ്കോചഫേനം വഴിയാണ് പോകുന്നത്, അതുകൊണ്ട് വിസർജനാവയവമായിട്ട് അതിനെ കണക്കാക്കുന്നുള്ള രീതി പറയുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അമീബയിലെ വിസർജനാവയവം സങ്കോചഫേനം, അല്ലെങ്കിൽ വിസർജനാവയവം പ്രത്യേകം ഇല്ല, പകരം സങ്കോചഫേനം വഴിയാണ് വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളുന്നത്. പ്രധാന വിസർജ്യ വസ്തു എന്ന് പറയുന്നത് അമോണിയയാണ്. അമീബ അമോണിയ, വിസർജ്യ വസ്തു അമോണിയ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, ഉരകങ്ങളും പക്ഷികളും, റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ഉരകങ്ങളും പക്ഷികളും. ഈ ഉരകങ്ങളിലും പക്ഷികളിലൊക്കെ പ്രധാന വിസർജനാവയവം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മളെപ്പോലെ തന്നെ വൃക്കകളാണ്. മനുഷ്യനെ പോലെ തന്നെ വൃക്കകളാണ് ഇവിടെ ഈ ഉരകങ്ങൾ, റെപ്റ്റൈൽസ്, അതേപോലെ തന്നെ ബേർഡ്സ് അഥവാ പക്ഷികൾ. ഇവരിലെ എന്താണ്? വൃക്കകളാണ് വിസർജനാവയവങ്ങൾ. പ്രധാന വിസർജ്യ വസ്തു എന്താണ്? യൂറിക് ആസിഡ് ആണ്. ആ 2 പോയിന്റുകളാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ. പ്രധാന വിസർജ്യ വസ്തു എന്താണ്? യൂറിക് ആസിഡ് ആണ്. വിസർജനാവയവം വൃക്കയാണ്. പക്ഷികൾ, അതേപോലെ തന്നെ ഉരകങ്ങൾ, വിസർജനാവയവം വൃക്ക, പ്രധാന വിസർജ്യ വസ്തു എന്താണ്? യൂറിക് ആസിഡ്. ആ 2 പോയിന്റാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ തവളകളിലെ വിസർജനാവയവും എന്ത് തന്നെയാണ്? വൃക്കകളാണ്. നമ്മൾ മനുഷ്യനെ പോലെ തന്നെ, ഉരകങ്ങളെ പോലെ തന്നെ, പക്ഷികളെ പോലെ തന്നെ തവളകളിലെ വിസർജനാവയവം എന്താണ്? വൃക്കയാണ്. പ്രധാന വിസർജന വസ്തു എന്ന് പറയുന്നത് യൂറിയാണ്. പ്രധാനമായിട്ടുള്ളത് എന്താണ്? യൂറിയാണ്. ഓക്കെ, യെസ്. അപ്പം മനുഷ്യൻ, ഉരകങ്ങൾ, പക്ഷികൾ, തവള, ഇതിലൊക്കെ എന്താണ്? വൃക്കകളാണെന്ന് ഓർമ്മിക്കുക. ദെൻ മത്സ്യങ്ങൾ.
പ്രധാന വിസർജ്യ വസ്തു അമോണിയാണ്. അമീബ പോലെ തന്നെ മത്സ്യങ്ങളിലെയും പ്രധാന വിസർജ്യ വസ്തു എന്താണ്? അമോണിയാണ്. ഇവിടെയും എന്ത് തന്നെയാണ്? പ്രധാന വിസർജന അവയവം വൃക്കയാണ്. അപ്പം അമീബ, അതേപോലെ തന്നെ ഉരകങ്ങൾ, പക്ഷികൾ, തവള, മത്സ്യങ്ങൾ, ഇതിലൊക്കെ പ്രധാന വിസർജന അവയവം എന്താണ്? വൃക്കയാണ്. അമീബയിൽ എന്താണ്? പ്രത്യേക വിസർജനാവയവം ഇല്ല, പകരം സങ്കോച ഫലങ്ങളാണ് വിസർജനാവയവമായിട്ട് അല്ലെങ്കിൽ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളാൻ ഉപയോഗിക്കുന്നത്. ദെൻ മണ്ണിര, ഷഡ്പദം, ഇത് രണ്ടും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. മണ്ണിരയിലെ വിസർജനാവയവം ഏത്? നെഫ്രീഡിയ. എന്താണ്? നെഫ്രീഡിയ. ഓക്കെ, നെഫ്രോളജി, വൃക്കയെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ വൃക്കയ്ക്ക് സമാനമായിട്ട് മണ്ണിരയിൽ കാണപ്പെടുന്നതാണ് എന്ത്? നെഫ്രീഡിയ. മണ്ണിരയുടെ വിസർജനാവയവം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? നെഫ്രീഡിയാണ്. ഏതാണ്? നെഫ്രീഡിയാണ്. ഈ മണ്ണിരയിൽ ഉണ്ടാവുന്ന പ്രധാന വിസർജ്യ വസ്തുക്കൾ യൂറിയയും അമോണിയയും തന്നെയാണ്. യൂറിയ, അമോണിയ മുതലായിട്ടുള്ള വിസർജ്യ വസ്തുക്കൾ വേർതിരിച്ച് ശരീര ഉപരിതലത്തിലെ സുഷിരങ്ങൾ വഴി പുറന്തള്ളുന്നു. ഓക്കെ, ദെൻ ഷഡ്പദങ്ങളിൽ എന്താണ്? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്, മാൽപീജിയൻ നളികകൾ. ഇത് രണ്ടും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നെഫ്രീഡിയാണ് മണ്ണിരയിലെ വിസർജനാവയവം. മാൽപീജിയൻ നളികകളാണ് എന്ത്? ഷഡ്പദങ്ങളിലെ, ഇൻസെക്ട്സ് അഥവാ ഷഡ്പദങ്ങളിലെ വിസർജനാവയവം എന്നുള്ള അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇവിടെയും യൂറിക് ആസിഡ് പോലെയുള്ളതാണ്. യൂറിക് ആസിഡ് ഒക്കെയാണ് പ്രധാന വിസർജ്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ, ഉരകങ്ങൾ, പക്ഷികൾ, തവള, അതേപോലെ തന്നെ മത്സ്യങ്ങൾ, ഇതിലൊക്കെ എന്താണ്? വൃക്കയാണ്. ദെൻ അമീബയിൽ സങ്കോച ഫാനമാണ്. ഷഡ്പദങ്ങളിൽ മാൽപീജിയൻ നളികകളാണ്. മണ്ണിരയിൽ നെഫ്രീഡിയ ആണ് വിസർജനാവയവം. ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ദെൻ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 1-2 ചോദ്യങ്ങളാണ്. നോക്കിയേ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പ്ലാസ്മ പ്രോട്ടീൻ അല്ലാത്തത് കണ്ടെത്തുക. ഏതൊക്കെയായിരുന്നു പ്ലാസ്മ പ്രോട്ടീൻ നമ്മൾ പറഞ്ഞത്? യെസ്, ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ. അപ്പോൾ ഇവിടെ പെടാത്തത് ഫൈബ്രിൻ. ഫൈബ്രിനോജൻ ആണ് എന്തായിട്ട് മാറുന്നത്? ഫൈബ്രിൻ ആയിട്ട് മാറുന്നത്. അത് പ്ലാസ്മ പ്രോട്ടീൻ അല്ല, അതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻ തന്നെയാണ്, പക്ഷേ ഫൈബ്രിനോജനാണ് പ്ലാസ്മ പ്രോട്ടീൻ, അതിൽ നിന്നുണ്ടാകുന്ന ഘടകമാണെന്ത്? ഫൈബ്രിൻ. ഓക്കെ, അപ്പോൾ ഏതാണ് ഉത്തരം? ഇവിടെ അല്ലാത്തതല്ലേ? അല്ലാത്തത് 2 മാത്രം. ഓക്കെ, ചേരുംപടി ചേർക്കാനാണ്. സിസ്റ്റളിക് പ്രഷറും ഡയസ്റ്റളിക് പ്രഷറും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിസ്റ്റളിക് എത്രയാ? 120. ഡയസ്റ്റളിക് എത്രയാ? 80. സിസ്റ്റളിക് 120, അപ്പോൾ 1-ന് C. ദെൻ ഡയസ്റ്റളിക് എത്രയാ? 80. അപ്പോൾ 2-ന് D. 1-ന് C, 2 ഉണ്ട് ഇവിടെ. 2-ന് D ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി നോക്കാണ്ട് തന്നെ ഉത്തരം കിട്ടി. സിസ്റ്റളിക്കും ഡയസ്റ്റളിക്കും അറിയെങ്കിൽ തന്നെ ഇവിടെ ഉത്തരം കിട്ടി. രക്തസമ്മർദ്ദ നിരക്ക് 120/80 അല്ലേ? 3-ന് എന്തായിരിക്കും? B ആയിരിക്കും. ദെൻ 4 ഹൃദയസ്പന്ദന നിരക്ക് 0.8 സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും ബാക്കിയുള്ള നോക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റളിക്കും ഡയസ്റ്റളിക്കും പഠിച്ചാൽ തന്നെ ആൻസർ ഇവിടെ ഓപ്ഷൻ നോക്കിയാൽ കിട്ടും. ഈ രീതിയിൽ ആണ് ഓപ്ഷനുകൾ എളുപ്പമായിട്ട് മാറുന്നത്. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് എളുപ്പമായിട്ട് മാറുന്നു. പഠിക്കുന്നവന് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എളുപ്പമാണ്. കാരണം അവൻ അവിടെ പഠിച്ച വിവരങ്ങൾ വെച്ചിട്ട് അവൻ്റെ കുറച്ച് ലോജിക്കൽ തിങ്കിങ് കൂടെ നടത്തിയാൽ അല്ലെ, ചോദ്യങ്ങളൊന്ന് വിശകലനം ചെയ്താൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, പരീക്ഷകളിൽ ഇത്തരം സ്റ്റാൻഡേർഡ് വർദ്ധിക്കും തോറും അല്ലേ, അവിടെ നന്നായിട്ട് മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ എപ്പോഴും ഗുണകരമായിട്ടാണത് മാറുക. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കെല്ലാം വരുന്ന പരീക്ഷകളിൽ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാനും നല്ല മാർക്കുകൾ നേടിയെടുക്കാനും സാധിക്കട്ടെ. അപ്പം അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.